ശ്രീ രമേശ് ചെന്നിത്തല, അങ്ങേക്ക് 8 മിനിറ്റ്. സാർ, ഞാൻ ഈ നന്ദി പ്രമേയത്തെ എതിർക്കുകയാണ് സാർ. സാർ, കുരുക്ഷേത്ര യുദ്ധത്തിൽ മരണം കാത്തു കിടക്കുന്ന ശരശയ്യയിലെ ഭീഷ്മരെ പോലെയാണ് സാർ ഈ സർക്കാർ. ഉത്തരായനത്തിലെത്തിയാൽ മരണം സംഭവിക്കും എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ സാർ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പോടുകൂടി ഈ സർക്കാരിൻ്റെ അന്ത്യം കുറിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വസ്തുത. സാർ, ഞാൻ നിരവധി തവണ നിയമസഭയിൽ വന്നിട്ടുള്ള ഒരാളാണ്. സാർ, എന്താണ് സാർ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മൾ കണ്ടത്? ഗവർണർ ഒരു പ്രസംഗം വായിക്കുന്നു, ഗവർണറെ യാത്ര അയച്ച ശേഷം മുഖ്യമന്ത്രി വേറൊരു പ്രസംഗം വായിക്കുന്നു. അത് കഴിഞ്ഞ് സ്പീക്കർക്ക് ഗവർണർ എഴുതുന്നു, ഗവർണർക്ക് മറുപടിയില്ല എന്ന് സ്പീക്കർ പറയുന്നു. സാർ, പാർലമെൻ്ററി ജനാധിപത്യത്തിൽ പരസ്പരം പാലിക്കേണ്ട മര്യാദകൾ പാലിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഗവർണറും ഞങ്ങളും തമ്മിൽ യുദ്ധമാണ് എന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാനുള്ള ഒരു പാടുവേലയല്ലേ സാർ ഇത്? ഇവിടെ കേന്ദ്രവിരുദ്ധ സമരം നിങ്ങൾ നടത്തിയത് എവിടെയാണ് സാർ? നിങ്ങൾ ഡൽഹിയിൽ നടത്തിയതെങ്കിൽ മനസ്സിലാകും, നിങ്ങൾ രാജ്ഭവന് മുമ്പിൽ നടത്തിയാൽ മനസ്സിലാകും. നിങ്ങൾ നടത്തിയ സാർ രക്തസാക്ഷി മണ്ഡപത്തിലാണ് സാർ നടത്തിയത്. പാവൻ രക്തസാക്ഷികൾ എന്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ രക്തസാക്ഷികൾ അവരെന്ത് ചെയ്തു സാർ? അപ്പം രാജ്ഭവന്റെ മുമ്പിൽ പോലും സമരം ചെയ്യാനുള്ള ആർജവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല എന്ന് നിങ്ങൾ തെളിയിച്ചു. നിങ്ങൾ സമരം ചെയ്യുന്ന ഡൽഹിയിലായിരുന്നു, അത് പോലും ചെയ്തില്ല. പോട്ടെ, രാജ്ഭവനിൽ ചെയ്യാൻ അതും ചെയ്തില്ല. സാർ, ഇവിടെ കേന്ദ്രവിരുദ്ധ സമരമെന്ന് പറഞ്ഞ് നിങ്ങൾ ആളുകളെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ്. സാർ, ഗവൺമെൻറ്റിന് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഗവർണറുമായിട്ട് വഴക്കിടും, ഗവർണറുമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. ഞങ്ങൾ അന്ന് തന്നെ പറയുന്നുണ്ട്, ഗവർണറും നിങ്ങളും തമ്മിലുള്ള ഒത്തുകളിയാണ്, നിങ്ങളും ഗവർണറും തമ്മിലുള്ള കള്ളക്കളിയാണ്. സാർ, ഇവിടെ VC നിയമനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായത്? ആ VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർക്കെതിരെ എന്തെല്ലാം കരിങ്കൊടി പ്രകടനം നടത്തി. SFIക്കാരും DYFIക്കാരും സംഘീയ ഗവർണർ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ എത്ര തവണ തടഞ്ഞു? സാർ, ഭാരതാംബയുടെ ചിത്രം വെച്ചു എന്ന് എൻ്റെ പേരിൽ അനുമതി നിഷേധിച്ച രജിസ്ട്രാറെ പുറത്താക്കി. സാർ, അവസാനം ഇപ്പോൾ ആ അനിൽകുമാർ എന്ന രജിസ്ട്രാർ മാത്രമാണ് സാർ രക്തസാക്ഷിയായത്. സാർ, VCമാരെ നിയമിക്കാൻ നിങ്ങൾ പങ്കിട്ടെടുത്തില്ലേ? VCമാരുടെ നിയമനത്തിൽ നിങ്ങൾ മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്ന് മെരിറ്റ് അല്ലല്ലോ സാർ നിങ്ങൾ നോക്കിയത്, നിങ്ങൾ പങ്കിട്ടെടുത്തു. നിങ്ങളും ഗവർണറുമായിട്ട് എന്ത് പ്രശ്നമാണ് ഇവിടെ? ഗവർണറെ നിങ്ങൾ പങ്കിട്ടെടുത്തപ്പോൾ നിങ്ങളുടെ പ്രശ്നം തീർന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് പങ്കുവെപ്പാണ്. ഗവർണറുമായി കേന്ദ്ര ഗവൺമെൻറ്റുമായി നിങ്ങൾ ഒത്തുതീർപ്പിലാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി എന്തെങ്കിലും നരേന്ദ്രമോദിയെ വിമർശിച്ച് കേട്ടിട്ടുണ്ടോ? അമിത്ഷായെ വിമർശിച്ച് കേട്ടിട്ടുണ്ടോ? നരേന്ദ്രമോദിക്കെതിരായി സഭയിലോ പുറത്തോ ഒരു വാക്ക് സംസാരിക്കാൻ തയ്യാറാകുന്നുണ്ടോ? കാരണം നിങ്ങൾ തമ്മിലുള്ള ധാരണയാണ്. നിങ്ങൾ തമ്മിലുള്ള ധാരണ വളരെ വ്യക്തമാണ്. നിങ്ങൾക്ക് യാതൊരു ആത്മാർത്ഥതയുമില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി നിങ്ങൾ ഒത്തുതീർപ്പിലാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളത് തെളിയിച്ചതാണ്. BJPയുടെയും BDJSന്റെ വോട്ട് വാങ്ങിയിട്ടാണ് തുടർഭരണം ഉണ്ടായത്. വീണ്ടും ആ തുടർഭരണം അങ്ങനെ ഒരു കൂട്ടുകെട്ടുണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇത് അംഗീകരിക്കില്ല സാർ. സാർ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ അഭൂതപൂർവമായ UDFന്റെ മുന്നേറ്റം, അത് കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞത് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്, പഞ്ചായത്ത് വന്നാൽ ഇത് ഉണ്ടാവില്ല. സാർ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF നേടിയ വൻപിച്ച മുന്നേറ്റം കേരള ജനതയുടെ യഥാർത്ഥ വികാരത്തെ സൂചിപ്പിക്കുന്ന ഒന്നല്ലേ സാർ? സാർ, പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ നേടിയ വിജയം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം, ചേലക്കര ഒഴിച്ചുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും UDF നേടിയ വൻപിച്ച വിജയം, ഇതെല്ലാം ജനവികാരത്തിൻ്റെ യഥാർത്ഥ അളവുകോലല്ലേ സാർ? ജനങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിൽ അളവുകോലല്ലേ സാർ? 2026 മെയ്യിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് നേടി ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന കാര്യത്തെ തർക്കം വേണ്ട. നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് പരാജിതന്റെ കപട ആത്മവിശ്വാസമാണ്. നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് പരാജിതന്റെ കപട ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രിക്കും അപ്പുറത്തുള്ള ആളുകൾക്കുമുള്ളത്. നിങ്ങൾ ഇത്രയും തോൽവി ഏറ്റുവാങ്ങിയിട്ടും നിങ്ങൾ ആ കപട ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ജനങ്ങൾ മറുപടി നൽകാൻ പോവുകയാണ്. സാർ, ഇവിടെ നടക്കുന്നത് എന്താണ് സാർ? ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയെ നിങ്ങൾ പരസ്പരം താലോലിക്കുന്നു.
പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ന്യൂനപക്ഷത്തെ പറ്റിയാണ് വാചാലമായി സംസാരിച്ചത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി CIAയുടെ കാര്യമാണ് എല്ലാ യോഗങ്ങളിലും പ്രസംഗിച്ചത്. ഈ സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങൾ ദേശീയ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് UDFന് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ നിങ്ങൾ അവരെ പുറങ്കാല് കൊണ്ടടിച്ചു. ഭൂരിപക്ഷത്തെ നിങ്ങൾ ആലിംഗനം ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പം നിങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്നു. ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കാൻ വേണ്ടി ഇത്രയും കാലം ഇല്ലാതിരുന്ന ശബരിമല അന്തർദേശീയ സമ്മേളനം നിങ്ങൾ നടത്തുന്നു. ആഗോള സംഗമം. ശബരിമല ആഗോള സംഗമത്തെപ്പറ്റി നിങ്ങൾ ഓർത്തത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം മാത്രമാണ്. ആഗോള സംഗമം കഴിഞ്ഞെന്താ സാർ ഉണ്ടായത്? നിങ്ങൾ നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും എടുത്തു നോക്കിയാൽ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് നേടാനുള്ള രാഷ്ട്രീയ തന്ത്രമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. സാർ, AK ബാലൻ്റെ പ്രസംഗം എന്താണ് സാർ? UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരമന്ത്രി. സാർ, സജി ചെറിയാൻ്റെ പ്രസംഗം എന്താണ് സാർ? ഈ സജി ചെറിയാൻ 3-4 പ്രസംഗം നടത്തിയാൽ ഞങ്ങളുടെ ജോലി എളുപ്പമായി എന്നാണ് എൻ്റെ വിശ്വാസം. സാർ, 2-3 മിനിറ്റോട് സാർ, സജി ചെറിയാൻ്റെ പ്രസംഗം വന്നപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു CPM എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം. സാർ, ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ 4 CPM നേതാക്കന്മാർ ജയിലിലാണ് സാർ. ആരാണ് സാർ? പത്മകുമാർ ഈ സഭയിലെ ഒരു അംഗമായിരുന്നു, CPMൻ്റെ അംഗമായിരുന്നു. ആരാണ് സാർ? വാസു. ആരാണ് സാർ? വിജയകുമാർ. ആരാണ് സാർ? ശങ്കർദാസ്. ഈ 4 പേർ CPM നേതാക്കന്മാർ ജയിലിൽ കിടന്നിട്ടും അവരുടെ പേരിൽ ചെറിയ നടപടി എടുക്കാൻ പോലും പാർട്ടി തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട് നിങ്ങൾ നടപടി സ്വീകരിക്കുന്നില്ല? അപ്പോൾ നിങ്ങളാണ് അവരെ സംരക്ഷിക്കുന്നത്. CPM സംരക്ഷിക്കുന്നു, ഗവൺമെന്റ് സംരക്ഷിക്കുന്നു. ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ അമ്പലക്കള്ളന്മാരെ നിങ്ങൾ സംരക്ഷിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ സാർ? ഇവിടെ ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? SITയുടെ മേൽ നിങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നു. നിങ്ങൾ SIT കുറ്റപത്രം പോലും കൊടുക്കുന്നില്ല. അവരെല്ലാം പുറത്തു വരാൻ പോവുകയാണ്. SIT എന്തുകൊണ്ട് പാർഷ്യൽ കുറ്റപത്രം പോലും സമർപ്പിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ സാർ? ശബരിമല ലോകത്തിലെ ഏറ്റവും വലിയ മതേതരത്തിൻ്റെ കേന്ദ്രമാണ്. എല്ലാ മതവിശ്വാസികൾക്കും അവിടെ പോകാം. മതേതരത്വത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ദേശീയ അഖണ്ഡതയുടെയും പ്രതീകമായ ശബരിമലയിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റിയ കൊള്ളക്കാരെ സംരക്ഷിക്കാൻ ഈ ഗവൺമെൻറ് മുന്നോട്ട് വരുന്നതിൽ കേരളത്തിലെ വിശ്വാസ സമൂഹമാകെ വേദനിക്കുന്ന ഒന്നാണ് സാർ. നിങ്ങൾക്ക് കുഞ്ഞികൃഷ്ണൻ്റെ പേരിൽ രക്തസാക്ഷി ഫണ്ട് മുക്കിയ ആളുകൾക്കെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ കുഞ്ഞികൃഷ്ണൻ്റെ പേരിൽ നടപടിയെടുക്കാം. സാർ, രക്തസാക്ഷി ആ രക്തസാക്ഷിയുടെ വീട്ടിൽ ഞാൻ സന്ദർശിച്ചിട്ടുള്ളതാണ്. വളരെ പാവപ്പെട്ട ഒരു വീടാണ്. ആ പയ്യന്നൂരിലെ ആ വീട് ഞാൻ പോയിട്ടുള്ളതാണ്. ആ പാവപ്പെട്ട ആ ആളുകൾക്ക് വേണ്ടി സംഭരിച്ച പണം അടിച്ചു മാറ്റിയ ആളുകളുടെ കാര്യം തുറന്നു പറഞ്ഞതിനാണ് കുഞ്ഞികൃഷ്ണനെ നിങ്ങൾ പുറത്താക്കിയത്. ശബരിമല അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ 4 അമ്പലക്കള്ളന്മാർ ജയിലിൽ കിടക്കുമ്പോൾ അവരെ നിങ്ങൾ സംരക്ഷിക്കുകയാണ്. ഇതെന്ത് ന്യായമാണ് സാർ? ഇതെന്ത് നീതിയാണ് സാർ? ഒരു പാർട്ടി ചെയ്യേണ്ട കാര്യമാണോ ഇത്? ഇതാണ് ജനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ. നിങ്ങൾ എത്ര ഗൃഹസന്ദർശനം നടത്തിയാലും നാട്ടുകാരെ കള്ളം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും ഈ ഉയർന്നു നിൽക്കുന്ന ചോദ്യത്തിന് മറുപടി നിങ്ങൾക്ക് പറയാതിരിക്കാൻ നിങ്ങൾ പറയേണ്ടി വരും. നാളെ നിങ്ങൾ ഈ മറുപടി പറയേണ്ടി വരും. സാർ, ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തൊരു ഭരണകൂടം. ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടു. സലാമയുടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതൊന്നും സലാമയെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണം മാറണമെന്നുള്ള ജനങ്ങളുടെ ആഗ്രഹമാണ്. ജനങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ച ഒരു കാര്യമാണ്. ഈ സംസ്ഥാനത്തെ ജനങ്ങൾ UDFനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും കേരളത്തിൻ്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ അഭ്യുന്നതിക്കും വേണ്ടി ഞങ്ങളൊരു ഗവൺമെൻറ് ഉണ്ടാക്കും. ആ ഗവൺമെൻറ് നാടിന് പ്രയോജനം ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ നന്ദി പ്രമേയത്തെ എതിർക്കുന്നു സാർ.